എല്ലാവർക്കും 10+ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പഴയകാല ചരിത്രങ്ങളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല ചരിത്രങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒന്നാം ഭാഗത്തിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ ഒരു വീഡിയോ. ഒന്നാം ഭാഗം കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അതുകൂടി കാണുക. അപ്പോൾ നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. പഴയകാല ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളുടെ ചരിത്രം കേൾക്കണ്ടേ നിങ്ങൾക്ക്? ആദ്യകാലത്ത് ഇംഗ്ലീഷുകാർ രൂപകൽപ്പന ചെയ്ത റെയിൽവേ സ്റ്റേഷനുകൾ വെറും യാത്രാ മധ്യസ്ഥങ്ങൾ മാത്രമല്ലായിരുന്നു. അവ കലയും ശില്പവും കലർന്ന വിസ്മയകരമായ കെട്ടിടങ്ങളായിരുന്നു. അന്നത്തെ ബോംബെയിലെ വിക്ടോറിയ ടെർമിനസ് അഥവാ ഇന്ന് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എന്നറിയപ്പെടുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. അതുപോലെ കൊൽക്കത്തയിലെ ഹൗറ സ്റ്റേഷൻ, ചെന്നൈയിലെ പുരാതന റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാന കഥകളാണ്. അവിടെ നിന്ന് പുറപ്പെട്ട ട്രെയിനുകൾ മാത്രമല്ല, അവയുടെ മതിലുകളിൽ പതിഞ്ഞിരിക്കുന്ന ചരിത്രവും ഇന്നും നമ്മെ യാത്ര ചെയ്യിക്കുന്നു. ഇന്ത്യൻ റെയിൽവേ പാളങ്ങളുടെ പഴയ നിർമ്മാണ ചരിത്രങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യ കാലഘട്ടത്തിൽ നിർമ്മിച്ച പാളങ്ങൾ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച അടിസ്ഥാനപരമായ പാളങ്ങളായിരുന്നു. എന്നാൽ അവ ചെറിയ വണ്ണമുള്ളതും വലിയ ഭാരമുള്ള ട്രെയിനുകളെ താങ്ങി നിർത്താൻ കേൾപ്പുള്ളവയുമല്ലായിരുന്നു. എന്നാൽ പിന്നീട് സ്റ്റീൽ പാളങ്ങൾ, ബ്രോഡ് ഗേജ് സംവിധാനങ്ങളെല്ലാം വ്യാപിക്കുകയുണ്ടായി. ട്രാക്കുകളുടെ ഉറപ്പും ശക്തിയും കൂടിയപ്പോൾ ട്രെയിനുകളുടെ വേഗതയും സുരക്ഷയും വർദ്ധിക്കുകയുണ്ടായി. അന്ന് നാട്ടിലെ തൊഴിലാളികളുടെ കൈപുണ്യം കൊണ്ട് പണിതെടുക്കപ്പെട്ട പാളങ്ങൾ ഇന്നത്തെ ഹൈടെക് യന്ത്രങ്ങളുടെ സഹായത്തോടെ കൂടുതൽ ശക്തമായി മാറിയിരിക്കുന്നു. പാളങ്ങൾ വികസിച്ചതോടെ യാത്രക്കാരുടെ വിശ്വാസവും വർദ്ധിക്കുകയുണ്ടായി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ 3 തരത്തിലുള്ള ഗേജുകൾ ഒരുമിച്ച് ഉപയോഗിക്കുകയുണ്ടായി. പൊതുവിൽ 4 തരം ഗേജുകളാണുള്ളത്: ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്, സ്റ്റാൻഡേർഡ് ഗേജ്. എന്താണ് ഈ ഗേജുകളെന്ന് പലർക്കും കൺഫ്യൂഷനായി കാണും അല്ലേ? ഗേജുകളെന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രാക്കിലെ 2 റെയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലമാണ് ഗേജ് എന്ന് പറയുന്നത്. സാധാരണയായി റെയിൽവേ ട്രാക്കുകൾക്ക് വീതി മാറുന്നതനുസരിച്ച് അതിൻ്റെ ഗേജുകൾ വ്യത്യസ്തമാകുന്നു. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നീ 3 ഗേജുകൾ ആദ്യകാലത്ത് ട്രാക്കുകളിൽ ഉപയോഗിച്ചിരുന്നു. ഇവയെല്ലാം എന്താണെന്നല്ലേ? 2 പാളങ്ങൾ തമ്മിൽ 1676 മില്ലിമീറ്റർ വീതിയുള്ള ട്രാക്കുകൾക്കാണ് ബ്രോഡ് ഗേജ് എന്ന് പറയുന്നത്. വലിയ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനും ട്രെയിനുകൾക്ക് കൂടുതൽ വേഗതയും കൂടുതൽ യാത്രക്കാരും ചരക്കുകളും കൊണ്ടുപോകാൻ വേണ്ടിയാണ് ബ്രോഡ് ഗേജ് രീതി ഉപയോഗിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഇത്തരത്തിൽ ബ്രോഡ് ഗേജുകളാണ് ഉപയോഗിക്കുന്നതും. 2 റെയിലുകൾ തമ്മിൽ 1000 മില്ലിമീറ്റർ അഥവാ 1 മീറ്റർ വീതിയുള്ള ഗേജുകളാണ് മീറ്റർ ഗേജ് എന്ന് അറിയപ്പെടുന്നത്. ഇത് വലുതും ഭാരം കൂടുതലുള്ളതുമായ ട്രെയിനുകളെ വഹിക്കാനുള്ള കൂടുതൽ ശക്തി ഇല്ലാത്തതുമാണ്. റെയിൽവേയുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കാനും ഗതാഗതം കുറഞ്ഞതും കൂടുതൽ വികസിതമല്ലാത്ത ജനസാന്ദ്രത കുറവുള്ളതുമായ ഭൂപ്രദേശങ്ങളിൽ പഴയകാലത്ത് മീറ്റർ ഗേജുകൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നു. നാരോ ഗേജ് എന്നാൽ 2 പാളങ്ങൾ തമ്മിൽ വെറും 762 മില്ലിമീറ്റർ വീതിയുള്ളതാണ്. ചരിഞ്ഞതും കുത്തനെ ഉള്ളതും മലനിരകളും പോലെയുള്ള ഭൂപ്രദേശങ്ങളിൽ വിശാലമായ ഗേജുകൾക്ക് ബുദ്ധിമുട്ടുള്ളതിനാൽ ഈ ചെറിയ നാരോ ഗേജുകളാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ പഴയകാലത്ത് 3 തരം ഗേജുകളും ഉപയോഗിച്ചിരുന്നു. ഇതുമൂലം ഗേജുകൾ വൈവിധ്യമായി. പിന്നീട് അത് ഏകീകരിക്കേണ്ട വെല്ലുവിളിയിലേക്കും നയിക്കുകയുണ്ടായി. അങ്ങനെ പിൽക്കാലത്ത് പഴയ മീറ്റർ നാരോ ഗേജുകളൊക്കെ സുരക്ഷിതവും ട്രെയിൻ വേഗതയും യാത്രക്കാരുടെ വിശ്വാസവും കൂടുതൽ ഉറപ്പുവരുത്തുന്ന ബ്രോഡ് ഗേജുകളിലേക്ക് പരിവർത്തനം ചെയ്യുകയായിരുന്നു.
ഇനി നമുക്ക് ഇന്ത്യൻ റെയിൽവേ എന്ന പ്രത്യേക സ്ഥാപനം രൂപം കൊണ്ടത് എങ്ങനെയെന്ന് നോക്കാം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യക്ക് 55,000 കിലോമീറ്ററിൽ കൂടുതൽ റെയിൽവേ പാതകൾ ഉണ്ടായിരുന്നു. എന്നാൽ പലതും പഴയതും ദുർബലവുമായിരുന്നു. സർക്കാർ അവയെ ദേശീയവൽക്കരിച്ചു. അങ്ങനെ 1951 ഏപ്രിൽ 14 രാജ്യത്തെ എല്ലാ റെയിൽ ശൃംഖലകളെയും ഒരുമിപ്പിച്ച് അതിനെ ഇന്ത്യൻ റെയിൽവേ എന്ന ഏകാധിപത്യ സ്ഥാപനത്തിന് കീഴിലാക്കി. ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ വികസനത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അടയാളമായി മാറിയിരിക്കുന്നു.